ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സീമ ബെഹൽ. ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മുംബൈയിൽ കടന്ന 25-26 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ആൻഡ് ഓക്സിജൻ ലെവൽ ഇൻ അവർ ബോഡി, എസ്പെഷ്യലി കണ്ണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ബ്ലഡ് സർക്കുലേഷൻ നല്ല പ്രാധാന്യമുണ്ട് ഹെൽത്തി ആൻഡ് വെൽത്തി ലൈഫിന്. ചിലപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ കട്ടാവുകയും ഡിമിനേഷൻ സംഭവിച്ചാലും എന്ത് നടക്കും? ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അസുഖങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, അതായത് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരും. അതുപോലെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കൂടുതലാണെങ്കിൽ മരിക്കാൻ പോലും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്സിൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗാംഗ്രീസ് വന്നിട്ട് സഫർ ആകും. പലതരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഒരു ഐ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ കണ്ണിനെ പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ട് ഭാഗം, അതിന്റെ പേര് കോർണിയ. ഒരു പക്ഷേ കോർണിയക്ക് ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രാൻസ്പെറന്റ് മെമ്പറൈൻ ലേസി ആയിടും. പിന്നെ അത് കാരണം നമ്മൾക്ക് ശരിക്കും കാണാൻ കഴിയില്ല. നമുക്ക് വേദന ഉണ്ടാകും, ഫോട്ടോഫോബിയ ആൻഡ് ഓൾ ദാറ്റ്. സപ്പോസ് ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഐ സ്ട്രോക്ക് പോലെയാകും. ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ ലഭിച്ചില്ലെങ്കിൽ അത്